ഹായ് ഫ്രണ്ട്സ്, പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങൾ ഞെട്ടിവിറച്ചു നിൽക്കുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എടുക്കുന്ന ഏതൊരു തീരുമാനത്തെയും ഓരോ ഇന്ത്യക്കാരനും സർവാത്മന സ്വാഗതം ചെയ്യും. ഒരു സംശയവും വേണ്ട, നമ്മളെല്ലാം ഇന്ത്യൻ ഗവൺമെന്റ് പിന്നിൽ ശക്തമായി തന്നെ ഉറച്ചു നിൽക്കും. പക്ഷേ ഇത്തരം അവസരങ്ങളിൽ നമ്മളെ നയിക്കേണ്ടത് വികാരമല്ല, വിവേകമാണ്. ഇപ്പോൾ ഗവൺമെന്റ് നടപ്പാക്കുന്ന പല തീരുമാനങ്ങളും വിവേകപൂർണമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമ്പർ 1, ഇന്ത്യയിൽ വസിക്കുന്ന എല്ലാ പാകിസ്ഥാനികളും 48 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, ഇന്ത്യയിലേക്ക് വരുന്ന നൂറുകണക്കിന് പാകിസ്ഥാനികൾ കൂടുതലും ചികിത്സ തേടിയാണ് വരുന്നത്. സ്ഥിരതാമസനമൊന്നുമല്ല, ചികിത്സ തേടി. ഇന്ത്യയുടെ ആരോഗ്യരംഗം എന്ന് പറയുന്നത് വളരെ ഉയർന്ന നിലവാരത്തിലാണ്. വികസിത രാഷ്ട്രങ്ങളിൽ നിന്ന് പോലും ഇന്ത്യയിലേക്ക് ആൾക്കാർ എത്തുന്നുണ്ട്. മെഡിക്കൽ ടൂറിസം. അങ്ങനെ വരും സാധാരണക്കാരായ പാകിസ്ഥാനികളോട് മടങ്ങിപ്പോവാൻ പറയുന്നത് മനുഷ്യത്വരഹിതമല്ലേ? ശരിയാണ്, തീവ്രവാദികൾ തെറ്റ് ചെയ്തു, അവരെ ശിക്ഷിക്കുക തന്നെ വേണം എന്ന് കരുതി പാകിസ്ഥാനിലെ എല്ലാ ജനങ്ങളും തീവ്രവാദികളാണോ? അല്ല. പാകിസ്ഥാനിലുള്ള ഇന്ത്യക്കാരുണ്ട്, അവർ തീവ്രവാദികളാണോ? അല്ല. എന്ന് പറയുന്ന പോലെ തന്നെ ചികിത്സാർത്ഥം വന്നവർ, മറ്റ് സംശയങ്ങളൊന്നും ഇല്ലാത്തവർ, അവർക്കൊക്കെ സാവകാശം കൊടുക്കേണ്ടതല്ലേ? മനുഷ്യത്വപരമായി ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിലുള്ള പാകിസ്ഥാനോട് പറഞ്ഞു വിടുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വളരെ വഷളായി തീരും. അപ്പോ അത് തന്നെയാണ് തീവ്രവാദികൾക്ക് വേണ്ടതും. എന്ന് പറഞ്ഞാൽ തീവ്രവാദികൾ ഒരുക്കിയ പ്ലാനിൽ നമ്മൾ പെട്ടുപോവുകയല്ലേ, ട്രാപ്പ് ചെയ്യപ്പെടുകയല്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. കാശ്മീർ പ്രശ്നം ഒരു വിധത്തിൽ കെട്ടടങ്ങി സ്ഥിതിഗതി ശാന്തമായിക്കൊണ്ടിരിക്കുന്നു. ആ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം പോരടിക്കണം. അത് തന്നെയാണ് തീവ്രവാദികൾ ആഗ്രഹിക്കുന്നത്. 2, സിന്ധു നദിയുടെ എഗ്രിമെന്റ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. അവിടെയുള്ള ആളുകൾ പട്ടിണിയിലാവും, വരൾച്ച ഉണ്ടാവും. അതും വേണ്ടിയിരുന്നോ? അതിന് ബദലായിട്ട് സിംല കരാർ പാകിസ്ഥാൻ റദ്ദ് ചെയ്യുന്നു. ഇതൊക്കെ വലിയ വലിയ കോംപ്ലിക്കേഷൻസിലേക്ക് പോവുക തന്നെ ചെയ്യും. ഞാൻ പറയുന്നത് വിവേകപൂർണമായ തീരുമാനമാണോ ഇത്? ഈ തീരുമാനങ്ങളിലേക്ക് നമ്മെ നയിച്ചത് വികാരമാണോ വിവേകമാണോ? അതാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും കാശ്മീർ പ്രശ്നം എന്ന് പറയുന്നത് പരിഹരിക്കണമെങ്കിൽ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ തമ്പടിച്ചിരിക്കുന്ന നൂറുകണക്കിന് തീവ്രവാദികളെ തുരത്തുക തന്നെ വേണം. അവരുടെ പരിശീലന കേന്ദ്രങ്ങൾ തകർക്കുക തന്നെ വേണം. പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ആ പ്രദേശത്തെ മോചിപ്പിക്കുക തന്നെ വേണം. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരിക്കൽ പറയുകയുണ്ടായി, ഞങ്ങൾ POK മോചിപ്പിക്കുമെന്ന്. അതൊക്കെ ശരി തന്നെയാണ്. എന്തെങ്കിലും ഇന്ത്യക്ക് ചെയ്യേണ്ടി വരും. അല്ല, എല്ലാ കാലവും തീവ്രവാദം സഹിക്കാനാവുകയില്ല. നൈബേഴ്സ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. അതൊക്കെ ശരി. പക്ഷേ ഈ അവസരത്തിൽ ഒപ്പത്തിനൊപ്പം പകരം വീട്ടുകയല്ല വേണ്ടത്. തീവ്രവാദികളെ ഒരു പാഠം പഠിപ്പിക്കണം, 100% ഉറപ്പ്. പക്ഷേ സാധാരണക്കാരോട് ഒരു മനസാക്ഷി നമ്മൾ കാണിക്കേണ്ടതല്ലേ? ഇന്ത്യയുടെ പാരമ്പര്യം അതാണ്, ഇന്ത്യയുടെ ചരിത്രവും അത് തന്നെയാണ്. ഒരു പരിധിവരെ ഈ സംഭവമൊക്കെ ഇന്ത്യയുടെ ഇസ്രായേൽ നയത്തോടുള്ള പ്രതികരണമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞു, ഞങ്ങൾ ഇസ്രായേലിനൊപ്പമാണ് എന്ന്. തീർച്ചയായിട്ടും ഇസ്രായേലിന് അതിന്റെ അതിർത്തി സംരക്ഷിക്കാൻ പൂർണ്ണ അവകാശമുണ്ട്. എന്ന് പറഞ്ഞാൽ ഹമാസ് ചെയ്ത് 100% തെറ്റ്. ഹമാസിനെ ശിക്ഷിക്കണം. എന്നാൽ പലസ്തീനിലെ നിരപരാധികളെ കൊന്നൊടുക്കാൻ പാടില്ല. ഇന്ത്യ അങ്ങനെ പറയണമായിരുന്നു. സമദൂരം റഷ്യയും ഉക്രൈനെയും എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്തോ, അമേരിക്കയും റഷ്യയും എങ്ങനെ കൈകാര്യം ചെയ്യുന്നോ, അതുപോലെ ഇസ്രായേലിനോടും പാലസ്തീനോടും സമദൂരം പാലിക്കേണ്ടിയിരുന്നു. അതിന്റെ ഒരു അനന്തരഫലമല്ല ഈ ആക്രമണം ഞാൻ സംശയിക്കുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ നമ്മൾ പിന്തുടർന്നു വന്നിരുന്ന ചെരിചേരാ നയം തന്നെയല്ലേ നമുക്ക് ഏറ്റവും അനുയോജ്യം? ആ നയത്തിലേക്കൊരു മടങ്ങിപ്പോക്ക് ഒരു അനിവാര്യതയല്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയം. ഏതാണെങ്കിലും എന്താണെങ്കിലും ഇന്ത്യൻ ഗവൺമെന്റിന് പിന്നിൽ ഞാൻ ഉറച്ചു തന്നെ നിൽക്കുന്നു. ജയ് ഹിന്ദ്.